നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു തരത്തിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ചെറിയ പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുന്നുകളുടെ വില കുറയാൻ എപ്പോഴും ഡോക്ടേഴ്സിന് സന്തോഷമുള്ള കാര്യമാണ്. കാരണം കൂടുതൽ രോഗികൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ പേരെ നന്നായി ചികിത്സിക്കാൻ പറ്റും. സയൻസിന് കൂടുതൽ നമ്മുടെ പലപ്പോഴും ഇന്ത്യയിൽ ഔട്ട് ഓഫ് പോക്കറ്റ് ആണല്ലോ എക്സ്പെൻസ്. അങ്ങനെയുള്ളവർക്ക് സ്വന്തം കയ്യിൽ നിന്നാണല്ലോ കാശ് മുടക്കുന്നത്, ഇൻഷുറൻസ് ഒക്കെ വളരെ കുറവാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് ഈ വെയിറ്റ് ലോസ് ഡ്രഗ്സ് എന്ന് പറയുന്ന GLP-1RA എന്ന് പറയുന്ന മരുന്നുകളുണ്ടല്ലോ. ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള സയൻസിൻ്റെ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. അത് ഡയബറ്റീസ് ഉള്ളവർക്കും ഡയബറ്റീസ് ഇല്ലാത്തവർക്കും വലിയൊരു ഹെൽപ്പാണ്. കാരണം പലപ്പോഴും ഡയബറ്റിക് റിവേഴ്സലിനും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നിർത്താനും വെയിറ്റ് കുറയ്ക്കുന്നതോടുകൂടി പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വാതരോഗികൾക്കും വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വെയിറ്റ് കുറഞ്ഞുകൊണ്ട് മുട്ടിന് വേദന കുറയുന്നു, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയുന്നു, നീർക്കെട്ട് കുറയുന്നു, അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം പലപ്പോഴും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ വില കഴിഞ്ഞ ദിവസം ഒരു പേറ്റൻറ്റ് വിഗോവി 2 മോളിക്യൂൾസാണുള്ളത്. ഒന്ന് മൊഞ്ചാരോ, 2 വിഗോവി എന്നൊക്കെ പറയുന്നത്. അതായത് 2 മരുന്നുകളാണുള്ളത്. ഒന്ന് ടിർസിപ്പെറ്റൈഡ് എന്ന് പറയുന്ന മെഡിസിനും 2 സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മെഡിസിനും. സെമാഗ്ലൂട്ടിൻ്റെ വേറെ പേരാണ് വിഗോവി എന്നൊക്കെ പറയും. ടിർസിപ്പെറ്റൈഡിൻ്റെ വേറെ പേരാണ് മൊഞ്ചാരോ എന്ന് പറയുന്നത്. മൊഞ്ചാരോ ആണ് ഇതിൽ കൂടുതൽ എഫക്റ്റീവ്. മൊഞ്ചാരോയുടെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് 15,000-16,000 രൂപയായിരുന്നു. വിഗോവിയുടെ, അതായത് കുറഞ്ഞ സെമാഗ്ലൂട്ടൈഡിൻ്റെ ഒരു ഇന്ത്യയിലെ കോസ്റ്റ് 8,000, 9,000, 10,000 രൂപ അടുപ്പിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വില ഒരു പകുതിയിൽ കുറഞ്ഞിരിക്കുന്നു. അതായത് സെമാഗ്ലൂട്ടൈഡിൻ്റെ വില പകുതിയിൽ കുറഞ്ഞ് ഇന്ത്യൻ ജനറിക് കമ്പനീസ് 30ഓളം കമ്പനീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില കുറഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് വില ഒരു 2,000-3,000 രൂപയ്ക്ക് ഒരു മന്ത്ലി തെറാപ്പിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വില കുറഞ്ഞത് നേരത്തെ 55,000 ഉണ്ടായിരുന്നാണ് 15,000 ഒക്കെ ആയത്. അതിൽ നിന്നൊക്കെ വളരെ ഒരു അക്സസിബിൾ മന്ത്ലി കോസ്റ്റ് ഒരു 2,000-3,000 രൂപ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ വെയിറ്റ് ലോസ് നമുക്ക് എക്സ്പെക്റ്റഡ്, മൊഞ്ചാരോയുടെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റ് ലോസ് ഒരു വർഷത്തിൽ 15 മുതൽ 20% വരെ വെയിറ്റ് ലോസ് വരും. ഇതിനേക്കാളും കുറച്ച് കുറവാണ് വെയിറ്റ് ലോസ്. അത്രയും ഒരു വെയിറ്റ് ലോസ് വരില്ല. ഒരു 14-15% വലിയ കാര്യമാണ് കേട്ടോ. കാരണം 80 ഉള്ള ഒരാൾ, ഒരു 80 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 70 കിലോ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഈ മോളിക്യൂളാണ് മറ്റേതിനേക്കാളും മൊഞ്ചാരയേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുമുണ്ട്. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ആണ് ഓരോരുത്തർ കണ്ടുവരുന്നത്. പക്ഷേ ഇതും അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ള മോളിക്യൂളാണ്. ഡയബറ്റീസ് ഉള്ളവരിൽ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് തന്നെയാണെങ്കിലും ഒബീസിറ്റി ഉള്ളവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അഫോർഡബിൾ കോസ്റ്റാണ്. ഒരു 3,000 രൂപ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിന് കുറേ ആളുകൾക്ക് ഇത് അഫോർഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞു എന്നുള്ളതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ 2 പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഓവർ ദ കൗണ്ടർ ആളുകൾ ഇത് മേടിച്ചെടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. കാരണം അതിൻ്റേതായ കോംപ്ലിക്കേഷൻ ഉണ്ട്. അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. രണ്ടാമത്തത്, ഇന്ത്യൻ 40 കമ്പനീസ് വരുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇതിൽ ഏതാണ് നല്ല കമ്പനി, ഏതൊക്കെയാണ് നല്ലത്. അപ്പം നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഫ്രണ്ട്സുമൊക്കെ ഡിസ്കസ് ചെയ്ത് ഇതിൽ ഏതായിരിക്കും അവർ യൂസ് ചെയ്ത ആൾക്കാരോട് ചോദിച്ച് ഏതായിരിക്കും നല്ല കമ്പനി, അവരുടെ ലിറ്ററേച്ചറൊക്കെ നോക്കി. അപ്പം ലീഡിംഗ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫാർമ ഹൗസസും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇതൊരു വാട്ടർ ഷെഡ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയത്തില്ല, ഒരു വലിയ ചേഞ്ച് നമ്മുടെ ഒബീസിറ്റിയുടെയും ഡയബറ്റീസിൻ്റെയും മാനേജ്മെൻറ്റിൽ വരാൻ പോവുകയാണ്. വാതരോഗികൾക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു. വെയിറ്റ് കുറയുന്നതനുസരിച്ച് അവർക്ക് വളരെ ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമുക്കും ഈ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ആണെങ്കിലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ചികിത്സയിലേക്ക് വളരെ പുതിയ ഡേറ്റ ഇപ്പോൾ വന്നിട്ടുണ്ട്. വെയിറ്റ് കുറയുന്ന ഈ ഇഞ്ചക്ഷൻ എടുത്തവർക്ക് വളരെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു അഫോർഡബിൾ കോസ്റ്റിൽ വന്നു കഴിയുമ്പോൾ ഇവർക്ക് വലിയൊരു കുറേ ആളുകൾക്കിത് എടുക്കാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും. പക്ഷേ ഒരിക്കലും ഡോക്ടർമാരുടെ നിർദ്ദേശമല്ലാതെ ഒരിക്കലും ഓവർ ദ കൗണ്ടർ നിങ്ങൾ പോയി എടുക്കരുത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലർക്ക് ചില അസുഖങ്ങളുള്ളവർക്ക് ഇത് എടുക്കാൻ സാധിക്കില്ല. അടുത്ത ഞാൻ വീഡിയോ ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന്.